ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനു. സോ ഈ വർഷം ബിടെക്കിന് ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്കറിയാം KTU ബിടെക് 2024 ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് വരുന്നത്. സ്കീം ആൻഡ് സിലബസിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തൊക്കെയായിരിക്കും ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കാനുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ നമ്മൾ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ ഏതൊക്കെയാണ് ഓരോ ഗ്രൂപ്പിലും ഉൾപ്പെടുന്ന ബ്രാഞ്ചുകൾ, കോഴ്സുകൾ എന്നുള്ളത് ആദ്യം നോക്കാം. അങ്ങനെ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടാണ് നമുക്ക് ഇപ്പം ഫസ്റ്റ് ഇയറിൽ സിലബസും അതേപോലെ തന്നെ സബ്ജക്ട്സും ഒക്കെ വരുന്നത്. ഓക്കെ, മറ്റത് നമുക്ക് ഒരുവിധം ഫസ്റ്റ് ഇയറിൽ എല്ലാവർക്കും ഒരേപോലെ ഒരേ സിലബസ് ഒക്കെ പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പൊ അതൊക്കെ മാറി നമുക്ക് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു വർഷം. അപ്പൊ ഏതൊക്കെയാണ് സബ്ജക്ട് കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു 4 ഗ്രൂപ്പ് ഉണ്ടെന്ന് അല്ലെ. അപ്പൊ അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, അതാണ് ഗ്രൂപ്പ് എ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന ബ്രാഞ്ചസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലൈസ് ചെയ്ത് വരുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, AI and machine learning, artificial intelligence and data science, CS and business system, CS and design, cyber security, information technology, computer science and engineering and business system, then CSE data science, CSE artificial intelligence and data science, CSE internet of things, CSE blockchain, CSE cyber security, CSE IoT and CS including blockchain technology. അതായത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ് നമുക്ക് പറയാം, അതാണ് ഗ്രൂപ്പ് എയിൽ വരുന്നത്. ഇനി ഗ്രൂപ്പ് ബി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ സയൻസ്, അതായത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ അങ്ങനെ വരുന്ന ബ്രാഞ്ചുകളാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് instrumentation engineering, cyber physical system, electronics and computer engineering, electrical and computer engineering, electronics and communication, advanced communication technology, electronics engineering, VLSI design and technology, robotics and artificial intelligence, robotics and automation. അപ്പൊ ഇത്രയും ബ്രാഞ്ചസ് ആണ് ഗ്രൂപ്പ് ബിയിൽ വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് പുതിയ ബ്രാഞ്ചുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജി കാര്യങ്ങൾ വരുന്ന രീതിയിലാണ് പല പുതിയ ബ്രാഞ്ചുകളും വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഗ്രൂപ്പ് ബി. നെക്സ്റ്റ് മൂവിംഗ് ഓൺ ടു ഗ്രൂപ്പ് സി, ഫിസിക്കൽ സയൻസ്, അതായത് നമ്മൾ സിവിൽ മെക്കാനിക്കൽ വരുന്ന ബ്രാഞ്ചുകളാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, പോളിമർ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. ഇത്രയും വരുന്നതാണ് ഗ്രൂപ്പ് സി. ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്. അത് വരുന്നതാണ് ഗ്രൂപ്പ് ഡിയിൽ വരുന്ന ബ്രാഞ്ചുകൾ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് 4 ഗ്രൂപ്പ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇനി ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, അതായത് ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഇനി ഫെമിലിയർ ആവണം. ഓക്കെ, ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ എന്താണ്, ഏതൊക്കെയാണ് ഗ്രൂപ്പ് എയിൽ വരുന്നത്, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലേക്ക് നമുക്ക് അലോട്ട്മെന്റ് കിട്ടും, നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ ഗ്രൂപ്പിലും അനുസരിച്ചിട്ട് ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സിനെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ ചിലപ്പോൾ സെയിം സബ്ജക്ട്സ് 2 ഗ്രൂപ്പിലും വരും, പക്ഷെ അവിടെ ചിലപ്പോൾ സിലബസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എക്സാക്ട്ലി ചിലപ്പോൾ സെയിം. ഇപ്പോൾ മാത്സ് എല്ലാവർക്കും പഠിക്കാനുണ്ട്, പക്ഷെ അത് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടാണ് വരുന്നത്. സോ സിലബസിൽ ചേഞ്ച് ഉണ്ടാവും. ഇനിയിപ്പോൾ അതേപോലെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ സിലബസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് എയിൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഗ്രൂപ്പ് എക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് ഞാൻ പറയുന്നത്. മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് എന്നാണ് ഇതിൽ നമ്മൾ S1 പഠിക്കാൻ, S1 എന്ന് പറഞ്ഞാൽ സെമിസ്റ്റർ 1 പഠിക്കാനുള്ള മാത്സ്. നെക്സ്റ്റ് ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ്, കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പറഞ്ഞാലും ഫിസിക്സും കെമിസ്ട്രിയും കൂടെ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കേണ്ടി വരില്ല. ഇതിൽ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു സബ്ജക്ട് S1 ഒരു സബ്ജക്ട് S2 അത് നമ്മൾ കോളേജിലാണ് ഏതൊക്കെ ബ്രാഞ്ചുകാരാണ് ഫസ്റ്റ് സെമ്മിൽ ഒരു സബ്ജക്ട് പഠിക്കേണ്ടത്, അതേപോലെ സെക്കൻഡ് സെമ്മിൽ പഠിക്കേണ്ടത് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഫിസിക്സ് നിങ്ങൾ ഫസ്റ്റ് സെമ്മിലാണ് നിങ്ങൾ കോളേജിൽ ഓപ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് വെച്ചാൽ കെമിസ്ട്രി നിങ്ങൾക്ക് S2 പഠിക്കേണ്ടി വരിക.
നെക്സ്റ്റ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കേണ്ടതാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മാത്രമാണ് കേട്ടോ, അങ്ങനെ ബാക്കിയുള്ളതെല്ലാം S1 തന്നെ പഠിക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് പേപ്പർ ആണ്. അപ്പോൾ അത് വരയ്ക്കാനുള്ളതാണ്. അപ്പൊ ഡ്രോയിങ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അത് വിത്ത് CAD ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ, അതേപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ്, നമ്മൾ ഫിസിക്സിൽ ഒക്കെ പഠിച്ച +2 ഫിസിക്സിൽ പഠിച്ചതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ പഠിക്കാനുണ്ടാവുക. അത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, നമുക്ക് ഇതിൽ ഈ ഓരോ സബ്ജക്റ്റിലും 4 മോഡ്യൂൾസ് ആണ് ഇപ്പൊ ഈ വർഷം വരുന്നത്. ഇപ്പൊ നമുക്ക് മുന്നേ 6 മോഡ്യൂൾ ഉണ്ടായിരുന്ന സ്കീം ഉണ്ടായിരുന്നു, 5 മോഡ്യൂളുള്ള സ്കീം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് 4 മോഡ്യൂൾസ് ആണ് വരുന്നത്. അപ്പൊ അതിൽ 2 മോഡ്യൂൾ ഇലക്ട്രിക്കലും 2 മോഡ്യൂൾ ഇലക്ട്രോണിക്സും ആ രീതിയിലായിരിക്കും വരിക. നെക്സ്റ്റ് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. അതൊരു പുതിയ സബ്ജക്റ്റ് ആണ്. നമുക്ക് മുന്നൊന്നും ഫസ്റ്റ് സെമിസ്റ്ററുകളിൽ പൈത്തൺ പഠിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പൈത്തൺ നമുക്ക് പഠിക്കാനുണ്ട്. അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് തിയറി സബ്ജക്ട്സ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്കൊരു വർക്ക്ഷോപ്പ് ആണ് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്. അപ്പോൾ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ അതിൽ നമുക്ക് വളരെ ഒരു പ്രീമിയം ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതിൽ പോയി കഴിയുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയുന്നത്. ദെൻ ലാബിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ്, ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ആ 2 പേപ്പേഴ്സും ഈ പറഞ്ഞതുപോലെ ഒന്ന് S1 വന്നാൽ ഒന്ന് S2 അങ്ങനെ. പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് പറഞ്ഞിട്ട് ഇത്രയും. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് മാത്സ് ഉണ്ടാവും, ഫിസിക്സ് ഓർ കെമിസ്ട്രി ഉണ്ടാവും, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് CAD ഉണ്ടാവും, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇത് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും രണ്ടും S1 തന്നെ പഠിക്കണം കേട്ടോ. രണ്ടും 2 മോഡ്യൂൾ ആയിട്ടാണ് വരിക. ദെൻ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. ക്ലിയർ? ഇനി നമുക്ക് ഗ്രൂപ്പ് ബി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാത്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ഉണ്ടാവും. അപ്പൊ അഗൈൻ ഈ S1 മാത്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ ഗ്രൂപ്പ് എക്ക് പഠിക്കേണ്ട അതേ സിലബസ് തന്നെ ആയിരിക്കില്ല എക്സാക്ട്ലി വരിക. അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഇതിൽ നമ്മൾ ഒരു ഫിസിക്സ് ഒരു സെമ്മിലാണെങ്കിൽ കെമിസ്ട്രി അടുത്ത സെമ്മില്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് സെയിം ഗ്രാഫിക്സ് ആൻഡ് CAD വരുന്നുണ്ട്. ദെൻ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ വരുന്നുണ്ട്. ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, ഹെൽത്ത് ആൻഡ് വെൽനസ്, ലൈഫ് സ്കിൽ. ഏകദേശം നമുക്ക് സെയിം തന്നെയാണ്. ഗ്രൂപ്പ് എ ആയിട്ട് ഏകദേശം നമുക്ക് സെയിം തന്നെയാണ് ഇവിടെയും സബ്ജക്ട്സ് വരുന്നത്. സിലബസിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് സി നോക്കാം. ഗ്രൂപ്പ് സി നമ്മൾ ഏതായിരുന്നു? നമ്മളെ ഫിസിക്കൽ സയൻസ് അല്ലേ, അതായത് സിവിൽ മെക്കുകാർ പഠിക്കേണ്ടതാണ്. അവിടെ അപ്പോൾ മാത്സ് ഫോർ ഫിസിക്കൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി. ഇവിടെ നമുക്ക് ഗ്രാഫിക്സിന് പകരം ഗ്രൂപ്പ് സി കാര് പഠിക്കേണ്ടത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബി കാര് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ച സമയത്ത് നമുക്ക് ഇവിടെ വരുന്ന നമ്മുടെ ഗ്രൂപ്പ് സി പഠിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗും ആണ്. ദെൻ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പൊ നമ്മൾ ഏത് ബ്രാഞ്ച് എടുത്താലും നമുക്കറിയാം ടെക്നോളജി അഡ്വാൻസ് ചെയ്തതോടുകൂടി നമ്മളിപ്പോ ഏത് മേഖലയിൽ പോയാലും നമുക്ക് ഇതൊക്കെ അറിയണം എന്നുള്ളത് കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും പൈത്തൺ പോലെയുള്ള സബ്ജക്ട് നമുക്ക് ഫസ്റ്റ് സെം മുതൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നല്ലൊരു സൈൻ ആണ്. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് പഠിച്ചു പോയത് കൊണ്ട് ഒരു കാര്യമില്ല. പുതിയ പുതിയ സബ്ജക്ട്സ് നമുക്ക് എന്താണോ ഇന്ന് ഇൻഡസ്ട്രിക്ക് ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ദെൻ നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ്, ലൈഫ് സ്കിൽ, ഇതെല്ലാം എല്ലാ ഗ്രൂപ്പുകളിലും പഠിക്കേണ്ട കാര്യമാണ്. സോ ദാറ്റ്സ് അബൌട്ട് ഗ്രൂപ്പ് സി. ആൻഡ് ഗ്രൂപ്പ് ഡിയിൽ മാത്സ് ഫോർ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ഗ്രാഫിക്സ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ബയോടെക്നോളജി ഓർ ഫുഡ് ടെക്നോളജി, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ, ഫൗണ്ടേഷൻ ഓഫ് ബയോടെക്നോളജി ഓർ ഫുഡ് ടെക്നോളജി, ഹെൽത്ത് ആൻഡ് വെൽനസ്, ലൈഫ് സ്കിൽ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, സ്കിൽ എൻഹാൻസ്മെന്റ്. അതാണ് ഗ്രൂപ്പ് ഡിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ എല്ലാ ഗ്രൂപ്പുകാരും ഫസ്റ്റ് സെമ്മിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏത് കോളേജിലാണെങ്കിലും. കാരണം നമ്മൾ +2 കഴിഞ്ഞിട്ടാണ് ഒരു കോളേജിന് പ്രത്യേകിച്ച് നമ്മൾ പ്രൊഫഷണൽ കോഴ്സിന് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ അതുമായിട്ടൊന്ന് സിങ്ക് ആവണം, അതിനുശേഷമാണ് പഠിക്കുക. അതായത് നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ അക്കാഡമിക്സ് മാത്രമല്ല നമ്മൾ ബിടെക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു അക്കാഡമിക് സ്കില്ലിന് അപ്പുറം നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ എല്ലാ തലത്തിലും നമ്മൾ ഉയർന്നു വന്നാൽ മാത്രമേ നമുക്ക് 4 വർഷം കഴിയുമ്പോൾ നമ്മളൊരു എഞ്ചിനീയർ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് അക്കാഡമിക്സ് അതിന്റെ ഒപ്പം തന്നെ പോകണം, ബാക്കിയുള്ള സ്കിൽസും നമ്മൾ അതിനൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കാം.
ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബിടെക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു തരാനുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബിടെക്കിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം നമ്മൾ ബിടെക് ട്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഇനി ഓരോരോ വീഡിയോസിൽ കാര്യങ്ങളായിട്ട് പറയുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.